എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്ക് ആയിട്ടാണ്. ചിക്കൻ ചീസ് റോളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ടുള്ള തരിതരിയായിട്ടുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ, അതാണ്. ഗുണ്ടുമണി പോലത്തെ ഈസ്റ്റ് അല്ല. അതാണെങ്കിൽ ഒന്ന് ഫെർമെൻറ്റ് ചെയ്തിട്ടേ നമ്മൾ മൈദയിലോട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ പാല് വേണം. 1 മുട്ട ബീറ്റ് ചെയ്തത് വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പഞ്ചസാരയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് മുട്ട ബീറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് നമുക്ക് ലാസ്റ്റത്തെ പർപ്പസിന് ആവശ്യമുണ്ട്, ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാൻ. അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഓയിലാണ്. ഓയില് 2 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് കുറേശ്ശെ ആയിട്ട് ചെറു ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പാണ് ഞാനിവിടെ ടോട്ടൽ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറു ചൂടുള്ള പാല് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ചൂട് കൂടാനും പാടില്ല, ഒട്ടും ചൂടില്ലാതിരിക്കാനും പാടില്ല. ആ ചെറു ചൂടുള്ള പാലുണ്ടെങ്കിലേ നമ്മുടെ ഈസ്റ്റ് നല്ലപോലെ ഫെർമെന്റ് ആയിട്ട് വരുള്ളൂ. നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ മേലെ കുറച്ച് ഓയില് അല്ലെങ്കിൽ ബട്ടറോ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്കിത് ഒരു 1.5 മണിക്കൂറെങ്കിലും ഫെർമെന്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പറോ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ചിക്കൻ വേണം. ചിക്കൻ ഞാനിവിടെ ബോൺലെസ് പീസാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച ശേഷം മിക്സിയിൽ ഒന്ന് ചെറിയ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്. സവാള നല്ല വലിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണെടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 2 വീതം എടുക്കാം. അപ്പോൾ നല്ലപോലെ ചെറുതാക്കി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. രണ്ടും കൂടി 1.5 ടീസ്പൂൺ ഉണ്ട്. പിന്നെ 2 പച്ചമുളകാണ് വേണ്ടത്. സ്പൈസസ് എന്ന് പറയാനായിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ നമുക്കിനി മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ പാൻ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതിന്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയാണ് നമ്മൾ മസാലകളായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ബീൻസും ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി നിങ്ങൾക്ക് ചിക്കൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് ഈ റെസിപ്പി ചെയ്യാം. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളുടെ റോസ് സ്മെല്ല് മാറുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പിട്ട് വേവിച്ചതാണ്. ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഈ മസാലയായിട്ട് ഈ ചിക്കൻ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പൊ ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആണ്. ഈ മസാലയായിട്ട് നല്ലപോലെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റുന്നത്.
ചിക്കൻ ചീസ് റോളിലേക്കുള്ള നമ്മുടെ ചിക്കന്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. നമ്മള് കുഴച്ച് വെച്ച മാവ് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ ഫെർമെന്റ് ആയി വന്നിട്ടുണ്ട്. നല്ല പോലെ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയിട്ട് നമ്മളുടെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് 6 ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തി തുടങ്ങാം. നമുക്കൊരു ഓവൽ ഷേപ്പിലങ്ങ് പരത്തിയെടുക്കാം. ഓവൽ ഷേപ്പിൽ ഇതുപോലെ പരത്തിയെടുക്കാം. എന്നിട്ട് കുറച്ച് ചിക്കന്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതുപോലെ കുറച്ച് മൊസറല്ല ചീസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ 2 സൈഡിലോട്ടും നമുക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫില്ലിംഗ് ഒന്നും പുറത്തോട്ട് വരില്ല. എൻഡിങ് പോർഷൻ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മളിന്ന് ചെയ്യുന്നത് ഓവനിലല്ല, നമ്മൾ സാധാരണ കേക്കൊക്കെ നമ്മൾ കുക്കറിലും അതുപോലെ തന്നെ കടായിലൊക്കെ ബേക്ക് ചെയ്തെടുക്കില്ലേ, ആ രീതിയിലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക, അതിൽ നല്ലപോലെ ബട്ടറോ അതുപോലെ തന്നെ എണ്ണയോ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റോളുകൾ നമുക്കിതുപോലെ അങ്ങ് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 4 എണ്ണമാണ് ഈ പ്ലേറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇത് വെക്കാൻ, കാരണം അത് ബേക്കായി വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് പൊങ്ങി വരും. ഇനി നമുക്ക് ഇതിന്റെ മേലെ ഒരു എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച എഗ്ഗിന്ന് കുറേശ്ശെടുത്ത് ഇതിന്റെ മേലെ ചേർത്ത് കൊടുക്കാം. ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ നമുക്ക് ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന്റെ മേലോട്ട് നമുക്ക് കുറേശ്ശെ വെള്ള എള്ള് ചേർത്ത് കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നമ്മൾ എഗ് വാഷ് ചെയ്തിട്ട് അതുപോലെ തന്നെ എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കടായി ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു പഴയ കടായിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ബാക്കി 18 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് നമുക്കങ്ങ് ബേക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ചീസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 25 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മൂടി തുറന്ന് നോക്കി വെക്കാം. അപ്പോൾ നല്ല പോലെ ഫെർമെന്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ചീസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. എല്ലാവരും അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.